ഹിന്ദുസ്ഥാൻ മാത്രമല്ല ലോകം മുഴുവൻ മുസ്ലിങ്ങളുടേതാക്കുമെന്നും ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാക്കുന്ന ദിവസം ഉണ്ടാകുമെന്നും ഒരു തീവ്ര ഇസ്ലാമികവാദി പറയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ ഓൾഡ് ഡൽഹി പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് മടങ്ങുന്ന വ്യക്തിയുടേതാണ് പ്രതികരണം. തീവ്ര ഇസ്ലാമിക് രാഷ്ട്രവാദികളുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണിത്. हिंदुस्तान ने पूरी दुनिया मुसलमान की है। जिस दिन ये इसके अंदर का ईमान जोश मार गया, फिर जो है फिर इसका तख्ता ही पलटा जाएगा। फिर ये हिंदुस्तान का तख्ता ही पलट जाएगा। വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ കൈകളിൽ കറുത്ത ബാൻഡുകൾ കെട്ടി പള്ളിയിലെത്തണമെന്നായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നിർദ്ദേശം. ഓൾഡ് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ കറുത്ത ബാൻഡുകൾ കെട്ടി നിസ്കരിക്കാനെത്തിയവരിൽ തീവ്ര ഇസ്ലാമിക രാഷ്ട്രവാദിയായ ഒരാൾ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണം രാഷ്ട്രീയ ഭേദമന്യേ ഭാരതീയർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ മാത്രമല്ല ലോകം മുഴുവൻ മുസ്ലിങ്ങളുടേതാണെന്നും ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ദിവസമുണ്ടാകുമെന്നും പറയുന്നു. अरे हिंदुस्तान ने पूरी दुनिया मुसलमान की है। सबसे पहले आने वाली शख्सियत, आप 4 किताबें हैं, आप 4 किताबें आसमानी, उन चारों किताबों के अंदर इसका जिक्र है। दुनिया के अंदर जो सबसे पहले आए आदम अलैहिस्सलाम ले आए। सबसे पहले आदम अलैहिस्सलाम आए, जिनको हम अपना बाप मानते हैं, जिनकी सारी नस्लें हैं, वो हमारे सबसे पहले पैगंबर हैं। अरे ये आधा हिंदुस्तान नहीं, पूरा हिंदुस्तान हमारा है. ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനായി മുസ്ലിങ്ങൾ ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും എന്നാൽ അതിനായി ഒരു ദിവസം വരുമെന്നും പറഞ്ഞു വെക്കുന്നു. ചുറ്റിനും നിൽക്കുന്നവർ തക്ബീർ വിളിക്കുന്നു. കുട്ടികൾ സഹിതം അതിനായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. सरासर इल्जामात लगाते हैं कि जी मुसलमान पत्थरबाज है, मुसलमानों ने ये करा. मुसलमान कर क्या रहा? मुसलमान तो कुछ कर ही नहीं रहा. अभी तो ये कुछ कर ही नहीं रहा. लेकिन हाँ, ये बात सच है, जिस दिन ये जाग गया, जिस दिन ये इसके अंदर का ईमान जोश मार गया, फिर जो है फिर इसका तख्ता ही पलटा जाएगा. फिर ये हिंदुस्तान का तख्ता ही पलट जाएगा. രാജ്യത്തിന്റെ നെറുകയിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു തീവ്ര ഇസ്ലാമികവാദി പറയുന്നു ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ദിവസം വിദൂരമല്ലെന്ന്. ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ജനം, ഡൽഹി.